ഇന്ത്യയിലും വിദേശത്തുമുള്ള എയർപോർട്ടിൽ മികച്ച ജോലിയാണ് നിങ്ങൾക്ക് ആവശ്യം. അതിനായി ഒരുപാട് കാലം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വെറും 6 മാസത്തിന്റെ ഉള്ളിൽ എയർപോർട്ട് മാനേജ്മെന്റ് മേഖല ഒരു കരിയർ സ്വന്തമാക്കാം. അതും കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റോട് കൂടെ. 15 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ സ്കിൽമോർ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കോൺടാക്ട് ചെയ്യും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM സ്പോൺസേഡ് അനധികൃത നിയമനം നടക്കുന്നുവെന്ന് BJP സംസ്ഥാന സെക്രട്ടറി VV രാജേഷ്. ഭരണസമിതി കാലാവധി അവസാനിക്കുന്നതിനു മുമ്പ് CPIM അംഗങ്ങളെയും അനുഭാവികളെയും കോർപ്പറേഷനിൽ തിരികെ കയറ്റാൻ ശ്രമം നടക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. താൽക്കാലിക തസ്തികകൾ സൃഷ്ടിച്ചാണ് അനധികൃത നിയമനങ്ങൾക്ക് CPIM ശ്രമിക്കുന്നത്. 671 പേരുടെ പട്ടിക എംപ്ലോയ്മെന്റിൽ നിന്ന് കോർപ്പറേഷനിൽ അയച്ചുകൊടുത്തു. 403 പേർ അഭിമുഖത്തിനെത്തി. അതിൽ നിന്നും 56 പേരെ തെരഞ്ഞെടുത്തു. 56 പേരെ ആര് അഭിമുഖം നടത്തിയെന്നോ എവിടെ വെച്ച് അഭിമുഖം ആദ്യം ഇറങ്ങിയ പട്ടികയിൽ പേരു മാത്രമേയുള്ളൂ, ഫോൺ നമ്പർ ഇല്ല, മേൽവിലാസവുമില്ല. മേൽവിലാസം വെച്ചാൽ രാഷ്ട്രീയ പശ്ചാത്തലം കണ്ടുപിടിക്കാൻ സാധിക്കും. പ്രതിഷേധം നടത്തി മേൽവിലാസം ലഭ്യമാക്കി പരിശോധിച്ചപ്പോൾ അധികവും CPIM പ്രവർത്തകരാണുള്ളതെന്നും VV രാജേഷ് വ്യക്തമാക്കി. കഴക്കൂട്ടം വാർഡിലെ നിലവിലെ കൗൺസിലർ കവിത പോലും ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അവർ ഉൾപ്പെടുന്ന കൗൺസിൽ അവർ തന്നെ ഇവിടെ ജോലിക്ക് എടുത്തിരിക്കുന്നു. പരിഹാസ്യമായ നടപടി. BJP ശക്തമായ നടപടിയുമായി മുന്നോട്ടു പോകുന്നു. ആര്യ രാജേന്ദ്രനെ നേതൃത്വത്തിലുള്ള ഭരണസമിതി വഴിവിട്ട നിയമനങ്ങൾക്ക് ശ്രമം നടത്തുന്നു. കൗൺസിലിൽ ഈ തീരുമാനം അംഗീകരിക്കാൻ അനുവദിക്കില്ലെന്നും VV രാജേഷ് കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.